വാഗമണ്ണിൽ ചാർജിംഗ് സ്റ്റേഷനിൽ കാറിടിച്ച് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. കാർ ഡ്രൈവറായ കരുനാഗപ്പള്ളി സ്വദേശി ജയകൃഷ്ണന്റെ ലൈസൻസ് റദ്ദാക്കും. ഗൂഗിൾ രമേശ് നമുക്കൊപ്പം ചേരുന്നു. ഗൂഗിൾ, ദാരുണമായൊരു അപകടമാണ് വാഗമണ്ണിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എന്ത് നടപടികളിലേക്കാണ് കൂടുതലായി പോകുന്നത് MVD? നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണെന്നാണ് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വാഗമണ്ണിൽ ഇത്തരത്തിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറി ഒരു അമ്മയ്ക്കും കുഞ്ഞിനും നേരെ വാഹനം ഇടിച്ചു കയറുകയുണ്ടായത്. ആ സംഭവത്തിൽ കുഞ്ഞ് സമയം തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ആര്യ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നൊരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിലാണ് എന്തായാലും ആ ഡ്രൈവർക്കെതിരായിട്ടൊരു നടപടിയിലേക്ക് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് കടന്നിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ജയകൃഷ്ണനാണ് ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ. ഇയാള് അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ഈ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇയാൾക്കെതിരായിട്ട് നേരത്തെ ഈരാറ്റുപേട്ട പോലീസും കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ്, അതായത് മറ്റ് അറസ്റ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇയാളുടെ മൊഴി ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പ്രാഥമികമായിട്ട് ഇയാളെ തിരിച്ചറിഞ്ഞതിന് ശേഷം. പക്ഷെ അറസ്റ്റ് നടപടികളിലൊന്നും കടന്നിട്ടില്ലായിരുന്നു. എന്തായാലും ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് കടക്കുകയാണ്. തിരുവനന്തപുരം നേമം സ്വദേശിയായിട്ടുള്ള ശബരിനാഥിന്റെയും ആര്യയുടെയും മകനായിട്ടുള്ള അയാൻഷ്നാഥ് എന്ന് പറയുന്ന 4 വയസ്സുകാരനായിരുന്നു ആ സംഭവത്തിൽ ദാരുണമായിട്ട് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ആര്യ പാലായിൽ ഒരു കോളേജിലെ അധ്യാപികയായിരുന്നു. മകനുമായിട്ട് ഇത്തരത്തിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിൽ കാർ ചാർജ് ചെയ്യുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ആര്യ ഇപ്പോഴും ഗുരുതരമായി തന്നെ ചികിത്സ അല്ലെങ്കിൽ പരിക്കുകളോടുകൂടി ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മകന്റെ ബാക്കി സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ രമേശ്.